ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 3 ചേരുവ വെച്ചിട്ട് എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വട്ടലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ചേർക്കാനായിട്ട്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം വലിയൊരു തേങ്ങൻ്റെ അരമുറി എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല കട്ടിയിൽ അടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് പശുപാലിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ചിട്ടുള്ള കരിപ്പട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ശർക്കരക്കാട് നല്ല ടേസ്റ്റ് ഉള്ളത് ഈ ഒരു കരിപ്പട്ടി വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കരിപ്പട്ടിക്ക് ഈ ഒരു തേങ്ങാപ്പാൽ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. ഇനി മെൽറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒത്തിരി തിളപ്പിച്ചെടുക്കരുത്, ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ. ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ശർക്കര മെൽറ്റായിട്ട് കിട്ടും. ഇതിവിടെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. കരിപ്പട്ടിക്കത നല്ല രീതിയിൽ മെൽറ്റായിട്ട് നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതായ രീതിയിൽ കരിപ്പട്ടിനെ ഒട്ടും തരിയില്ലാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറുതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതും നല്ല പോലെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഈ ഒരു മിക്സിൽ നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടണം. ഇതിവിടെ നല്ല പോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്താലേ പെട്ടെന്ന് മുട്ടതിലങ്ങ് മിക്സായിട്ട് വന്നോളും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു ബൗളിലേക്കാണ് അരിച്ചെടുക്കുന്നത്. നിങ്ങൾ ഏതിലാണോ വേവിച്ചെടുക്കുന്നത് അതിലേക്ക് വേണം അരിച്ചിട്ട് ഒഴിച്ചെടുക്കാനായിട്ട്. ഈ ഒരു ബൗളിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മൊത്തത്തിലൊന്ന് അരിച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഏലക്കായൻ്റെയും അതുപോലെ മുട്ടൻ്റെയൊക്കെ തടികളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതൊന്ന് അടച്ചു വെക്കുക. ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അടപ്പോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ ഒന്ന് അടച്ചു കൊടുക്കണം. നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഈ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആവി കയറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ആവി ചെമ്പിലേക്ക് ഇതുപോലെ അങ്ങ് ബൗളങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിലും വെച്ചെടുക്കാം കേട്ടോ. ഏതിലായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാനാണ്. ഇതൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 1/2 മണിക്കൂർ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. മുട്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് താഴേക്കായിട്ട് വരികയും ചെയ്യും കേട്ടോ. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക. ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുക്കണം. ഒരു 1/2 മണിക്കൂർ നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കുക. എന്നാൽ മാത്രമേ കഴിക്കുമ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താലും മതിയാകും. ഇതുപോലെ സൈഡ് പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസോട് കൂടിയിട്ടാണ് ഈ ഒരു വട്ടലപ്പം ഉണ്ടാകുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അടിപൊളിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണിത്. ഇതിലേക്ക് കരിപ്പട്ടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഉള്ളിൽ നിറച്ച് ഹോൾസായിട്ടാണ് ഇത് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്